ബുദ്ധിമുട്ടോ പ്രയാസമോ പ്രതിസന്ധിയോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി മുൻകരുതലോടുകൂടി ഇത്രയും ക്രിയാത്മകമായ ഒരു ബജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ പറഞ്ഞ ഏറ്റവും വിപ്ലവകരമായ പദ്ധതി ഇന്ദിരാ പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര. അത് കേവലമായ ഒരു സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു സൗജന്യം എന്ന നിലയിലല്ല, അവരുടെ അവകാശമാണ്. കേരളത്തിലെ സ്ത്രീകളെ ബഹുമാനിക്കുക, അംഗീകരിക്കുക, അവരെ ആദരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ വിപ്ലവകരമായ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ചെറിയ കാര്യമല്ല. കേരളത്തിലെ ഓർഡിനറി ബസ്സുകളിൽ കേരളത്തിലെ അമ്മമാർക്ക്, സഹോദരിമാർക്ക് സൗജന്യ യാത്രയാണ്. നിങ്ങൾ നോക്കൂ, പാലോട് നിന്ന് എന്റെ പ്രദേശത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ജോലിക്ക് പോകുന്ന ഒരു വീട്ടമ്മ, ഏതെങ്കിലും ഒരു കച്ചവട സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകുന്ന ഒരു സാധാരണ വീട്ടമ്മ, ഒരു സഹോദരി, സാധാരണ ഒരു വീട്ടമ്മ, അവരൊരു ജോലി ആവശ്യത്തിനായി പോകുമ്പോൾ പാലോട് നിന്നും എന്റെ പ്രദേശത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകാൻ ഒരു ഭാഗത്ത് 50 രൂപയാണ്, ഒരു സൈഡ് ടിക്കറ്റ് 50 രൂപയാണ്. തിരിച്ചു വരുമ്പോൾ ഒരു ദിവസം 100 രൂപയുടെ ടിക്കറ്റ് ഒരു സാധാരണ വീട്ടമ്മ ഈ KSRTC ബസ്സിന് ഇതിനു മുമ്പ് ഈ ഗവൺമെന്റിന് മുന്നേ കൊടുത്താണ് യാത്ര ചെയ്യേണ്ടത്. എന്നാൽ ഈ പദ്ധതി ആവിഷ്കരിച്ചതിന് ശേഷം ഒരു മാസം 5 ദിവസത്തെ ലീവ് കഴിഞ്ഞ്, ഒരു അവധി കഴിഞ്ഞ് 25 ദിവസം ഒരു വീട്ടമ്മ തിരുവനന്തപുരത്തേക്ക് ജോലി ചെയ്ത് തിരിച്ചു പോകണമെങ്കിൽ ഒരു മാസം 2500 രൂപ അവർക്ക് കഴിഞ്ഞ ഗവൺമെന്റ് വ്യത്യസ്തമായി ഈ കാലം സേവിങ്സ് ഉണ്ടാവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു മാസക്കാലം കൊണ്ട് തന്നെ ഒരു വീട്ടിലെ ഒരു വീട്ടമ്മയ്ക്ക്, ഒരു സഹോദരിക്ക് 2500 രൂപയും 3000 രൂപയിലധികം അധിക വരുമാനം കൊടുത്ത ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ചെറുതല്ല, അതൊരു വലിയ പദ്ധതിയാണ്. ഇച്ഛാശക്തിയുള്ള, നന്മയുള്ള ഒരു പദ്ധതിയാണ്. കേരളത്തിലെ സ്ത്രീകൾ പ്രത്യേകമായി ആ പദ്ധതിയെ ഹൃദയത്തോടെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ആയിരുന്നു. നമ്മുടെ ആശാവർക്കർമാരുടെ സ്ഥിതി നമുക്കറിയാം. നിങ്ങൾക്ക് കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാനകാല മാസങ്ങളോളം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അവർക്ക് ന്യായമായ ഒരു ശമ്പള വർധനവിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവരെ അധിക്ഷേപിച്ച്, അവരെ ആക്ഷേപിച്ച്, അവരെ പരിഹസിച്ച് മുന്നോട്ട് പോയ ഒരു ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആശാവർക്കർമാരുടെ വേതനം അവരാഗ്രഹിക്കുന്ന പോലെ തന്നെ അവരുടെ വേതനം വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ അഭിമാനമായി മാറിയ ഈ നാടിന്റെ അഭിമാനമാക്കി മാറ്റുവാൻ ഈ ഗവൺമെന്റിന് സാധിച്ചു. അതുകൊണ്ട് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങൾ, ആനുകാലിക വർത്തമാനങ്ങൾ ഏറ്റവും ബഹുമാനായിട്ടുള്ള ഉദ്ഘാടകൻ പറയും എന്നുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഗവൺമെന്റ് സാധാരണക്കാരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിന് മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, ഈ ഗവൺമെന്റിന് സർവാത്മന പിന്തുണ നൽകുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഇന്നിവിടെ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ, അവർക്ക് നാടിന്റെ പ്രതീക്ഷകളായി, അഭിമാനമായി, നാടിന്റെ സിഗ്നേച്ചേഴ്സായി മാറുവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നമുക്കറിയാം, ഇവിടെ തൂഫാനുമായി ബന്ധപ്പെട്ട് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഏറ്റവും നല്ല ഒരു പരിപാടിയായി ഞാൻ കാണുന്നു. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാനത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന മഹാവിപത്തിനെതിരെയുള്ള നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ യുവജനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാവിപത്തിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഇനിഷ്യേറ്റീവ്, ഏറ്റവും വലിയ ഒരു പ്രവർത്തനം. ഈ സംസ്ഥാനത്തെ ലഹരി മാഫിയ സംഘങ്ങളെ പിടിച്ചുകെട്ടുക എന്നുള്ളത് കേവലമായ ഒരു ഗവൺമെന്റിന്റെയോ പോലീസിന്റെയോ എക്സൈസിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല. ആ പ്രവർത്തനത്തിന് നമ്മൾ സർവാത്മന, നമ്മൾ ഓരോരുത്തരും തൂഫാൻ വാരിയറാവുക എന്നാണ്. തൂഫാൻ എന്നാൽ കൊടുങ്കാറ്റ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അക്ഷരാർത്ഥത്തിൽ ഈ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാവിപത്തിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള കൊടുങ്കാറ്റായി, ഈ മാഫിയ സംഘങ്ങളുടെ അടിവേറിറക്കുന്ന കൊടുങ്കാറ്റായി ഈ പദ്ധതി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് നമുക്ക് പിന്തുണ കൊടുക്കണം. ഓരോ ദിവസവും നമുക്കറിയാം, ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങളുടെ തീവ്രത, അപകടം, ഈ സ്ഥിതിവിശേഷത്തിൽ നമുക്ക് ഈ സംസ്ഥാനം നമുക്ക് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകണം. അതുകൊണ്ട് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഈ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ നിങ്ങളുടെ പിന്തുണയുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എനിക്ക് നിങ്ങൾ ഇവിടെ നൽകിയ ഹൃദ്യവും ഊഷ്മളവുമായ സ്വീകരണത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട്
മുന്നോട്ട് പോകും എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്നും കടന്നു വന്ന ഒരാള് എന്ന നിലയിൽ എനിക്ക് സാധാരണക്കാരുടെ പ്രയാസങ്ങൾ, എന്റെ അമ്മമാരുടെ, സഹോദരിമാരുടെ പ്രയാസങ്ങൾ എനിക്ക് ഹൃദയം കൊണ്ട് കേൾക്കുവാൻ സാധിക്കും. പരിഹാരം കാണാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും എന്നുള്ള ഉറപ്പ് നൽകുന്നു. ഓരോ മനുഷ്യരെയും ചേർത്ത് പിടിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ജനപ്രതിനിധിയായതിന്റെ പേരിൽ, ഈ നിയോജക മണ്ഡലത്തിന്റെ MLA ആയതിന്റെ പേരിൽ തെല്ലും അഹങ്കാരം ഉണ്ടാവില്ല, അഹംഭാവം ഉണ്ടാവില്ല, ആരോടും അമിതാധികാര പ്രയോഗം നടത്തുവാനും നിൽക്കില്ല. ഒരു സാധാരണ മനുഷ്യരെ പോലെ നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ജനപ്രതിനിധിയായി മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിയ കൃത്യമായ സ്വീകരണത്തിന് നന്ദി. ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന, ഈ അംഗീകാരം ഏറ്റുവാങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട അനുജന്മാർ, അനുജത്തിമാർ, അവരുടെ മെച്ചപ്പെട്ട അക്കാഡമിക് കരിയറിലേക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ ആദരവ് പ്രചോദനകരമാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ ഇവിടെ നൽകിയ കൃത്യമായ സ്വീകരണത്തിന് ഹൃദയത്തോട് ചേർത്ത് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.